നമസ്കാരം കുട്ടികളെ. 7ാം ക്ലാസ്സിൻ്റെ പുതിയ സംസ്കൃതം പാഠപുസ്തകത്തിലെ 4ാമത്തെ ചാപ്റ്ററാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നീതിബോധോ മഹത്തമഃ എന്നതാണ് ഈ പാഠഭാഗത്തിൻ്റെ പേര്. ഈ പാഠഭാഗത്തിൻ്റെ മലയാളം അർത്ഥവും എല്ലാ പഠന പ്രവർത്തനങ്ങളുടെ ഉത്തരങ്ങളും ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ പാഠഭാഗത്തിലേക്ക് കടക്കാം. നീതിബോധോ മഹത്തമഃ. 4ാമത്തെ പാഠമാണ്. നീതിബോധോ, നീതിബോധമാണ്, ധാർമ്മികതയാണ്, മഹത്തമഃ, ഏറ്റവും വലുതായിട്ടുള്ളത്, മഹത്തരമായിട്ടുള്ളത് എന്നതാണ് ഇതിൻ്റെ അർത്ഥം. ഏതത് ചിത്രം കിം സൂചയതി? ഈ ചിത്രം എന്താണ് സൂചിപ്പിക്കുന്നത്? ഇവിടെ ഒരു ഭാഗത്തായിട്ട് കണ്ണുകെട്ടി നിൽക്കുന്ന നീതിദേവതയെ കാണാനായിട്ട് സാധിക്കുന്നു അല്ലേ? ഏതത് യുഷ്മാഭിഹി പൂർവം ദൃഷ്ടം കിം? ഇത് നിങ്ങൾ മുൻപ് കണ്ടിട്ടുണ്ടോ എന്നാണ് ചോദ്യം. നീതിയുടെ പ്രതീകമായി ഉപയോഗിച്ചു വരുന്ന തുലാസ് ഏന്തിയ കണ്ണുമൂടിയ ദേവത, അതാണ് നീതി ദേവത എന്ന് പറയുന്നത്. ഈ നീതി ദേവത ഇന്നത്തെ തനി സ്വരൂപൻ റോമൻ ജനതയുടെ ആരാധ്യയായ ജസ്റ്റീഷ്യ ദേവിയാണ്. ഈ നീതി ദേവതയുടെ ഈ ഒരു ആശയം എന്താണെന്ന് വെച്ചാൽ മുഖം നോക്കാതെ നിയമം നടപ്പാക്കണം എന്നതാണ്. ഇനി നമുക്ക് ആമുഖത്തിലേക്ക് കടക്കാം. കഥ ന കേവലം ബാലാനാം അപി തു സർവേഷാം അഭിപ്രിയാഹ ഏവ. കഥാഹ, കഥകൾ, ന കേവലം ബാലാനാം അഭി, കുട്ടികൾക്ക് മാത്രമല്ല, തു സർവേഷാം അഭിപ്രിയാഹ ഏവ, എല്ലാവർക്കും ഇഷ്ടമാണ്. സർവാസു അഭിഭാഷാസു, എല്ലാ ഭാഷകളിലും, കഥാപ്രപഞ്ച അതിവിസ്തൃത, കഥകളുടെ ലോകം എന്ന് പറയുന്നത് വളരെ വിപുലമാണ്. സംസ്കൃത വാങ്മയം കഥാസാഹിത്യന് സമ്പുഷ്ടം ഭവതി. നമ്മുടെ സംസ്കൃത സാഹിത്യം കഥാസാഹിത്യത്താലും സമ്പന്നമാണ്. കഥാനാം പ്രയോജനേഷു, കഥകളുടെ പ്രയോജനം, ഉദ്ദേശം എന്ന് പറയുന്നത് എന്താണ്? അന്യതമോ ഭവതി നീതിബോധഃ. അതായത് കഥകളുടെ ഉദ്ദേശങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് ധാർമ്മികത അല്ലെങ്കിൽ നീതിബോധം മനസ്സിലാക്കുക എന്നുള്ളതാണ്. തം അധികൃത്യ ഏകാം ചിത്രകഥാം പഠാമഹ. അതേ കുറിച്ചിട്ട് ഒരു ചിത്രകഥ നമുക്ക് വായിക്കാം. കോസലാധിപഃ ക്ഷേമദർശി സ്വരാജ്യം പാലയതി. ക്ഷേമദർശിയായിട്ടുള്ള, അതായത് പ്രജാക്ഷേമം ആഗ്രഹിക്കുന്നവനായിട്ടുള്ള ആ കോസലാധിപൻ, ആ കോസല രാജാവ് തന്റെ രാജ്യം, സ്വരാജ്യം പാലയതി, ഭരിക്കുന്നു, പാലിക്കുന്നു, നോക്കുന്നു എന്നുള്ള അർത്ഥത്തില്. സഹ, അദ്ദേഹം, തസ്യ, അദ്ദേഹത്തിന്റെ സചിവാൻ, മന്ത്രിമാരെ, അത്യധികം, അമിതമായിട്ട് തന്നെ, വളരെയധികം വിശ്വസിതി. വിശ്വസിതി എന്ന് പറഞ്ഞാൽ എന്താണ്? വിശ്വസിക്കുന്നു. കിന്തു, പക്ഷേ, സചിവാഹ, ഈ മന്ത്രിമാരാകട്ടെ, രാജ്യകോശാത്, രാജാവിന്റെ ഖജനാവിൽ നിന്ന് ധനം അപഹരന്തി, പണം അപഹരിക്കുന്നു. രാജ്യസ്യ ദുരവസ്ഥാം രാജ്ഞേഃ നിവേദയിതും ആഗതാൻ ജനാൻ ഭടാഃ സജീവാജ്ഞയാ നിവാരയന്തി. രാജ്യത്തിന്റെ ഈ ദുരവസ്ഥ രാജാവിനെ അറിയിക്കാൻ വരുന്ന ജനങ്ങളെയെല്ലാം മന്ത്രിയുടെ കൽപ്പന പ്രകാരം സേവകരെ തടയുന്നു. നിവാരയന്തി. രാജാ കാര്യമിതം ന ജാനാതി. രാജാവിനാണെങ്കിൽ ഈ കാര്യങ്ങളൊന്നും അറിയില്ല. തഥാ, അപ്പോൾ അതിനുശേഷം, കശ്ചന മുനിഹി തത്ര ആഗത്യ രഹസി രാജാനാം കഥയതി. അപ്പോൾ ഒരു മുനി അവിടെ വന്ന് രാജാവിനോട് രഹസ്യമായി പറയുന്നു. എന്താ പറയുന്നത്? ഭോ രാജൻ, സചിവാഹ അസ്മാകം രാജ്യധനം അപഹരന്തി. മുനി പറയാണ്, ഭോ രാജൻ, അല്ലയോ രാജാവേ, സചിവാഹ, അങ്ങയുടെ മന്ത്രിമാരെ, അസ്മാകം രാജ്യധനം, നമ്മുടെ രാജ്യത്തിന്റെ ധനം, പണം അപഹരിക്കുന്നു. സചിവാനാം കാപട്യം കഥം ബഹിരാനയാമി. രാജാവ് ചോദിക്കാണ്, മന്ത്രിമാരുടെ കാപട്യങ്ങള് ഞാൻ എങ്ങനെ പുറത്തു കൊണ്ടുവരും? അപ്പോ മുനി പറയുകയാണ്, ഉപായമേകം വദാമി, ഞാനൊരു പരിഹാരം, ഒരു ഉപായം, ഒരു വഴി പറഞ്ഞു തരാം. ഏകൈകം അമാത്യം ആഹൂയ, ഓരോ മന്ത്രിമാരെയും വിളിച്ചിട്ട് ഒറ്റയ്ക്ക് വിളിക്കുക. ഇവിടെ സചിവാഹ എന്നുള്ളതിന്റെ വേറൊരു പര്യായമാണ് അമാത്യൻ, മന്ത്രി എന്നുള്ള അർത്ഥത്തില്.
അമാത്യമാഹൂയ, ഓരോ മന്ത്രിയെയും വിളിച്ച് അപരഹ അപരാധി ഇതി വദതു, മറ്റേ മന്ത്രി കുറ്റക്കാരനാണെന്ന് പറയുക. തേ സ്വയമേവ അപരാധിനം സൂചയിഷ്യന്തി, അപ്പൊ അവര് സ്വയം തന്നെ ഇങ്ങനെ കുറ്റവാളികളെ കുറിച്ചിട്ട് അറിയിക്കും. മറ്റുള്ള മന്ത്രിമാരുടെ കുറ്റങ്ങളെല്ലാം രാജാവിനെ അറിയിക്കും എന്നാണ് ആ മുനി പറഞ്ഞത്. ഇത് കേട്ടിട്ട് രാജ ഏകൈകം സജീവമാഹൂയ ഇതരേ അപരാധിന ഇതി വദതി, രാജാവ് തന്റെ ഓരോ മന്ത്രിമാരെയും വിളിച്ച് മറ്റുള്ള മന്ത്രിമാര് കുറ്റക്കാരാണെന്ന് രാജാവ് ഈ മന്ത്രിയോട് പറയുകയാണ്, ഓരോ മന്ത്രിമാരോടും പറയുകയാണ്. അപ്പോഴെന്താണ് സംഭവിച്ചത്? രാജ്ഞഃ പ്രീതിം സമ്പാദയിതും ഏകൈകോപി സജീവഃ അപരേഷാം ദോഷാൻ സവിസ്തരം രാജ്ഞേ നിവേദയതി. രാജ്ഞഃ രാജാവിനെ പ്രീതിം സമ്പാദയിതും രാജാവിന്റെ പ്രീതി സമ്പാദിക്കുവാൻ വേണ്ടി, പ്രീതിപ്പെടുത്തുവാൻ വേണ്ടി, ഏകൈകോപി സജീവഃ ഓരോ മന്ത്രിമാരും അപരേഷാം ദോഷാൻ മറ്റുള്ളവരുടെ തെറ്റുകള്, ദോഷങ്ങള്, അപരാധങ്ങൾ എല്ലാം തന്നെ സവിസ്തരം വിശദമായി തന്നെ രാജ്ഞേ നിവേദേതി രാജാവിനെ അറിയിക്കുന്നു. രാജ സജീവാൻ ദണ്ഡയതി, രാജാവ് മന്ത്രിമാരെ ശിക്ഷിക്കുന്നു. അങ്ങനെ ഓരോരുത്തരും മറ്റുള്ള മന്ത്രിമാരുടെ കുറ്റം പറഞ്ഞതോടുകൂടി എല്ലാ മന്ത്രിമാരുടെ തെറ്റുകളും എന്താണെന്ന് രാജാവിന് മനസ്സിലാക്കിയിട്ട് രാജാവ് ആ മന്ത്രിമാരെ ശിക്ഷിക്കുന്നു. മുനിഹി പ്രച്ഛന്ന വേഷം പരിത്യജ്യ രാജാനം നമതി, അതായത് മുനി തന്റെ പ്രച്ഛന്ന വേഷം പരിത്യജ്യ, ഒരു ഫാൻസി ഡ്രസ് പോലെയാണ് രൂപം ധരിച്ചത്. അതായത് മുനി അല്ലായിരുന്നു അത്, ആരായിരുന്നു പിന്നെ? പരിത്യജ്യ രാജാനം, രാജാവിനെ വണങ്ങുന്നു. മുനി തന്റെ വേഷം ഉപേക്ഷിച്ച് രാജാവിനെ വണങ്ങുന്നു. ആശ്ചര്യേണ തദാനീം രാജാ മുനിവേഷധാരി സ്വസ്യ ഭട ഏവ ഭവതീതി ജ്ഞാത്വാ തസ്യ നീതിബോധം പ്രശംസതി. അത്ഭുതത്തോടെ രാജാവ് ഈ മുനിവേഷത്തിൽ തന്റെ സേവകനാണ് വന്നതെന്ന് കണ്ടെത്തുകയും അദ്ദേഹത്തിന്റെ ആ സേവകന്റെ ധാർമ്മികതയെക്കുറിച്ച്, നീതിബോധത്തെക്കുറിച്ച് അഭിനന്ദിക്കുകയും ചെയ്യുകയാണ് രാജാവ്. മുനിവേഷധാരിയായിട്ടുള്ള ഭടനാണ് തന്റെ മുമ്പിലുള്ളത് എന്ന് മനസ്സിലാക്കി രാജാവ് ആ ഭടന്റെ നീതിബോധത്തെ പ്രശംസിച്ചു. ഇനി ഒരു ശ്ലോകം കാണാം. വിഗണയ്യാത്മവൃത്തിശ്ച രാഷ്ട്രരക്ഷണ കർമ്മസു വ്യാപൃതാ മാനവാഃ സർവേ നീതിയുക്താഃ മനീഷിണഃ. വിഗണയാത്മവൃത്തിശ്ച, അതായത് തൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ നോക്കാതെ, അതായത് മറ്റുള്ളവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി കൂടുതൽ വ്യാപൃതനാവുക, തന്റെ സ്വന്തം കാര്യങ്ങളൊക്കെ മാറ്റിവെച്ച് രാഷ്ട്രരക്ഷണ കർമ്മസു രാജ്യത്തിന്റെ സംരക്ഷണത്തിന്റെ കാര്യങ്ങളിൽ മുഴുകിയിരിക്കുന്ന വ്യാപൃതാഹ മാനവാഹ, വ്യാപൃതാഹ എന്ന് പറഞ്ഞാൽ വ്യാപൃതരായിട്ടുള്ള, മുഴുകിയിരിക്കുന്ന മാനവാഹ മനുഷ്യന്മാരെ എങ്ങനെയുള്ളവരാണ്? സർവേ നീതിയുക്താഹ മനീഷിണഃ, എന്താണ്? അങ്ങനെയുള്ള എല്ലാ മനുഷ്യരും ധാർമ്മികമായി നേരുള്ളവരും നന്മയുള്ളവരും സത്യസന്ധനും മനീഷിണഃ ജ്ഞാനികളുമാണ്. തന്റേതായ കാര്യങ്ങളെ നോക്കാതെ രാജ്യസംരക്ഷണ കാര്യങ്ങളിൽ മുഴുകിയിരിക്കുന്ന എല്ലാ മനുഷ്യരും ധാർമ്മികമായി അല്ലെങ്കിൽ നീതിബോധമുള്ളവരും ജ്ഞാനികളുമാണ് എന്നാണ് ഈ കഥയിൽ പറയുന്നത്. ഇനി നമുക്ക് പഠന പ്രവർത്തനത്തിലേക്ക് കടക്കാം. പദച്ഛേദ, ഇവിടെ നൽകിയിട്ടുള്ള 2 പദച്ഛേദങ്ങൾ നോക്കാം. ബഹിരാനയാമി, ബഹിഹി അധികം ആനയാമി, അസ്തീതി, അസ്തി അധികം ഇതി. പദച്ഛേദങ്ങളെല്ലാം വളരെ നന്നായിട്ട് തന്നെ പഠിക്കണം കേട്ടോ. പരീക്ഷയ്ക്ക് വരുന്നതായിരിക്കും ഈ പദച്ഛേദങ്ങളൊക്കെ. ഒരു പദച്ഛേദത്തിന്റെ ഒരു എക്സാമ്പിൾ നൽകിയിട്ട് ഉദാഹരണാനുസാരം മറ്റൊരു പദച്ഛേദം എഴുതാനായിരിക്കും പറയുക. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള പദച്ഛേദങ്ങളെല്ലാം പഠിക്കാനായിട്ട് കുട്ടികളായ നിങ്ങൾ ശ്രമിക്കണം. ഇനി വിഗ്രഹപദം നോക്കാം. കാപട്യം, കപടസ്യ ഭാവം. കാപട്യം എന്ന് പറഞ്ഞാൽ എന്താണ്? കപടന്റെ ഭാവമാണ്. കപടത, കുടിലത, അല്ലെങ്കിൽ എന്താണ്? മോഷണം എന്നൊക്കെയുള്ള അർത്ഥമാണ് ഈ കാപട്യം, തെറ്റുകള്. ഇനി ഏകൈകം, ഏകം ഏകം പ്രതി, ഓരോന്ന് എന്നുള്ള അർത്ഥത്തില്. സജീവാജ്ഞയ, സജീവാനാമാജ്ഞയ, മന്ത്രിമാരുടെ ആജ്ഞ കൊണ്ട്, ആജ്ഞയാൽ. സവിസ്തരം, വിസ്തരേണ സഹവർത്തത, വളരെ വിസ്തരിച്ച് നിൽക്കുന്നത്, അതാണ് സവിസ്തരം. ഇനി ശബ്ദകോശം നോക്കാം. അധിപഹ എന്നാണ് രാജാ, എന്നാണ് രാജാവ്. കാപട്യം എന്ന് പറഞ്ഞാൽ വഞ്ചനയാണ്. ദണ്ഡയതി,
ദമയതി ശിക്ഷിക്കുന്നു, പ്രച്ഛന്നവേഷം ഗുപ്തവേഷം വേഷമാറ്റത്തെയാണ് ഇവിടെ പറയുന്നത്. ഫാൻസി ഡ്രസ് എന്നൊക്കെ പറയുന്നില്ലേ, ആ ഒരു അർത്ഥത്തില്. രാജകോശാത് ഖജനാവ്, വ്യാപൃതഃ മഗ്നഃ മുഴുകിയവൻ, സജീവഃ മന്ത്രി, വേറൊരു പേരും കൂടി കൊടുത്തിട്ടുണ്ട് അവിടെ, അമാത്യഃ എന്നുള്ളത് കൂടി, സവിസ്തരം വിശദമായി, സവിശദം എന്നാണ് അർത്ഥം. ഇനി നമുക്ക് പഠന പ്രവർത്തനത്തിലേക്ക് നേരിട്ട് കടക്കാം. പാഠഭാഗം കഥാപാത്രാനുസാരം ഭാവാനുസാരം ച കക്ഷ്യായാം അവതാരേതു. മനോഹരമായിട്ട് ഈ കഥ ഭാവാനുസാരമൊക്കെ കക്ഷയിൽ ക്ലാസ്സിൽ പറയാനാണ് പറയുന്നത്, കഥ പറയേണ്ട രീതിയിൽ. ഇനി അടുത്ത പ്രവർത്തനം നോക്കാം. കോഷ്ടകാത് ഉചിതാനി പദാനി സ്വീകൃത്യ മുനേഹേ രാജ്ഞസ്യ സംഭാഷണം പൂരേതു. പരീക്ഷയ്ക്ക് വരുന്ന ഒരു മോഡലാണ് സംഭാഷണം എഴുതുക എന്നുള്ളത്. അപ്പൊ ഇവിടെ എന്താണ് പറഞ്ഞിട്ടുള്ളത്? ബ്രാക്കറ്റിലെ കുറച്ച് പദങ്ങൾ കൊടുത്തിട്ടുണ്ട്. അത് മുനിയും രാജാവും തമ്മിലുള്ള സംഭാഷണമായിരിക്കും അത്. അപ്പൊ ഈ ബ്രാക്കറ്റിലുള്ള വേർഡ്സ് യൂസ് ചെയ്തുകൊണ്ട് ഈ ഒരു സംഭാഷണം ഫിൽ ചെയ്യാനാണ് പറയുന്നത്. എങ്ങനെയാണെന്ന് നോക്കാം. ഭടഹ ഭടൻ, വന്ദനം മഹാരാജ, മഹാരാജാവേ വന്ദനം, നമസ്തേ. രാജാവ് വന്ദനം. ഹേ ഭട, എന്താ ഇനി അടുത്ത് വരിക? കിമർത്ഥം മുനിവേഷം ധൃതവാൻ, നീ എന്തിനാണ് ഇങ്ങനെ മുനിവേഷം എന്തിനാണ് ചെയ്തത്? ഭടഹ രാജ്യസ്യ രക്ഷണാർത്ഥം ധൃതവാൻ അസ്തി, ഞാൻ രാജ്യത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വേഷം ധരിച്ചത്. രാജ ഉത്തമം, ഓ വെരി ഗുഡ്. ഭവതഃ നീതിബോധഃ പ്രശംസർഹ, താങ്കളുടെ നീതിബോധം വളരെ പ്രശംസ അർഹിക്കുന്നതാണ്. ഭടഃ രാജ്യസ്യ സംരക്ഷണം മമ കർത്തവ്യം ഭവതി, രാജ്യത്തിന്റെ സംരക്ഷണം എന്റെ കർത്തവ്യമാണ്. രാജ പ്രീതോസ്മി, ഞാൻ സന്തുഷ്ടനാണ്. ഭടഃ ധന്യവാദഃ, നന്ദി. രാജ അസ്തു, ശരി എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു സംഭാഷണം അവസാനിക്കുന്നു. ഇനി അടുത്തത് നോക്കൂ. സമാനാശയയുക്താഹ കഥ സഞ്ചിത്യ കഥാസമ്പുടമേകം രചയതു. ഇവിടെ നിങ്ങൾക്ക് ഒരു കഥ പറഞ്ഞു തരാം. ഓം പ്രകാശ് തക്കറിന്റെ ഒരു കഥയിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു ഭാഗമാണിത്. ബംഗാളി എഴുത്തുകാരനായ ബങ്കിം ചന്ദ്ര ചാറ്റർജി ജഡ്ജിയായിട്ട് നൽകിയ ഒരു വിധിയെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് ഈ കഥ. ഒരു ദരിദ്രൻ കഠിനാധ്വാനം ചെയ്ത് കുറച്ച് പണം സമ്പാദിച്ചു. ആ പണം കൊണ്ട് തന്റെ മകനെ കോളേജിൽ ചേർക്കാനായിട്ട് അദ്ദേഹത്തിന് കഴിഞ്ഞു. മകൻ അവിടെ ഹോസ്റ്റലിൽ താമസിച്ച് പഠനത്തിൽ ഏർപ്പെട്ടു. ഒരിക്കല് മകന് അസുഖമാണെന്ന് അറിഞ്ഞിട്ടുള്ള ആ പാവപ്പെട്ട അച്ഛൻ അസ്വസ്ഥനാവുകയാണ്. പണമില്ലാത്തത് കൊണ്ട് അയാൾ എങ്ങനെ എത്തിപ്പെടും? ബസ്സിൽ പോകാനൊന്നുള്ള പണം അദ്ദേഹത്തിന്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അയാൾ അത്രയും ദൂരം നടന്നാണ് പോയത്. വൈകുന്നേരമായിട്ടും അദ്ദേഹത്തിന് ആ ലക്ഷ്യസ്ഥാനത്തേക്ക്, മകന്റെ കോളേജ് ഹോസ്റ്റലിലേക്ക് എത്താനായിട്ട് കഴിഞ്ഞില്ല. കാരണം എന്താണ്? നടന്നുകൊണ്ടാണ് അദ്ദേഹം പോയത്. അപ്പോ വിജനമായ പ്രദേശത്ത് രാത്രിയിൽ ഇരുട്ടി നടക്കുന്നത് ശുഭകരമല്ല എന്നൊരു ചൊല്ലുണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു വിജനമായ പ്രദേശം വന്നപ്പോൾ അദ്ദേഹം അത് ചിന്തിക്കുകയാണ്. അങ്ങനെ ചിന്തിച്ചിട്ട് അടുത്തുള്ള ഒരു ഗ്രാമത്തിൽ രാത്രി ചെലവഴിക്കാൻ ഒരു ഗൃഹനാഥന്റെ അടുത്തേക്ക് ആ ഒരു അച്ഛൻ, ആ മകന്റെ അച്ഛൻ ചെല്ലുകയാണ്. അനുകമ്പയുള്ള വീട്ടുകാരനാകട്ടെ ഈ പാവപ്പെട്ട അച്ഛന് അഭയം നൽകുകയും ചെയ്തു. അന്ന് രാത്രി തന്നെ ഒരു കള്ളൻ അവിടെ വീട്ടിൽ കയറി. നിർഭാഗ്യം അല്ലെ? അവിടെ ഒളിപ്പിച്ചിട്ടുള്ള ഒരു ധനപ്പെട്ടികളിൽ ഒന്ന് എടുത്തിട്ട് ആ കള്ളൻ ഓടുകയാണ്. ഈ കള്ളന്റെ കാലടി ശബ്ദം കേട്ടിട്ട് ഉണർന്നിട്ടുള്ള ആ അതിഥി, ആരാണ് അതിഥി? ആ പാവപ്പെട്ടിട്ടുള്ള അച്ഛനല്ലേ? ആ അച്ഛൻ അയാൾ എഴുന്നേറ്റിട്ട് കള്ളന്റെ പിറകെ ഓടുകയാണ്. അങ്ങനെ ആ പാവ മനുഷ്യൻ കള്ളനാണെന്ന് മനസ്സിലാക്കിയിട്ട് ആ കള്ളന്റെ പിന്നാലെ ഓടി ആ കള്ളനെ പിടികൂടി. പക്ഷെ വിചിത്രമായ ഒരു സംഭവമാണ് സംഭവിച്ചത്. ഈ കള്ളൻ തന്നെ പിടികൂടിയപ്പോൾ കള്ളൻ തന്നെ വിളിച്ചു പറയാണ്, ദേ ഇവനാണ് കള്ളൻ, ഇവനാണ് കള്ളൻ. ഈ പാവപ്പെട്ട മനുഷ്യനെ നോക്കിയിട്ട് പറയാണ് കള്ളനാണ് എന്നുള്ളത്. കള്ളന്റെ ശബ്ദം കേട്ടിട്ട് ഗ്രാമവാസികൾ ഉണർന്നു. അവർ ആ പാവപ്പെട്ട മനുഷ്യന്റെ നേർക്ക് തിരിഞ്ഞു. അയാളാണ് കള്ളൻ എന്ന് വിചാരിക്കുകയാണ്. കാരണം എന്താ? കള്ളനായിട്ട് വന്നത് ആ നാട്ടിലെ പോലീസുകാരൻ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ ഗ്രാമവാസികൾക്ക് മറ്റൊരു സംശയവും ഉണ്ടായില്ല. പോലീസുകാരൻ എന്തായാലും മോഷ്ടിക്കുകയില്ലല്ലോ എന്നാണ് അവർ വിചാരിച്ചത്. പിറ്റേ ദിവസം ആ പോലീസുകാരൻ ഈ പാവപ്പെട്ട മനുഷ്യനെ മോഷണക്കുറ്റം ചുമത്തിയിട്ട് ജഡ്ജിന്റെ അടുക്കിലേക്ക് കൊണ്ടുപോവുകയാണ്. ബങ്കിം ചന്ദ്ര ചാറ്റർജി ആയിരുന്നു ജഡ്ജ്. അദ്ദേഹത്തിന് ഈ പാവപ്പെട്ട
പാവപ്പെട്ട മനുഷ്യൻ കുറ്റക്കാരനല്ല എന്ന് മനസ്സിലായി. എങ്കിലും തെളിവുകളുടെ അഭാവത്തില് അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ കഴിയുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പിറ്റേ ദിവസം പ്രതിയെയും കൂട്ടിയിട്ട് ഇവിടേക്ക് ന്യായാലയത്തിലേക്ക് വരാനായിട്ട് പോലീസുകാരനോട് പറയുകയാണ്. പിറ്റേ ദിവസം പോലീസുകാരൻ ഈ മനുഷ്യനെയും കൊണ്ട് എത്തുകയാണ്. ആ സമയത്ത് കാവൽ നിന്നിരുന്ന ഒരു ഉദ്യോഗസ്ഥൻ ജഡ്ജിന്റെ അടുത്തേക്ക് വരുന്നു. എന്നിട്ട് പറയാണ്, ന്യായാധിപ, ഇവിടെ ഒരു മൃതദേഹം റോഡരികിൽ കിടക്കുന്നുണ്ട് എന്ന് അറിയിക്കുകയാണ്. ഇതേ തുടർന്ന് പോലീസുകാരനോടും ആ പാവപ്പെട്ട അച്ഛനുണ്ടല്ലോ, അദ്ദേഹം ഇപ്പോൾ പ്രതിയാണ് അല്ലെ, ആ പ്രതിയോടും ആ മൃതദേഹം കൊണ്ടുവരാനായിട്ട് ജഡ്ജ് അറിയിക്കുകയാണ്. അതേ തുടർന്ന് പോലീസുകാരനും ഈ പാവപ്പെട്ട പ്രതിയായി ആരോപിച്ചിട്ടുള്ള ഈ മനുഷ്യനും മൃതദേഹം എടുത്തു കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. ആ സമയത്ത് മൃതദേഹത്തിന് വളരെയധികം ഭാരമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ക്ഷീണിതനായ ഈ പാവപ്പെട്ട മനുഷ്യൻ വല്ലാതെ വേദനിച്ച് കരയാണ്. അപ്പൊ പോലീസുകാരൻ അത് കേട്ടിട്ട് ദേഷ്യത്തോടെ ഇങ്ങനെ ആക്രോശിച്ചുകൊണ്ട് പറയാണ്, നീയല്ലേ എനിക്ക് ലഭിക്കേണ്ട പണപ്പെട്ടി നഷ്ടപ്പെടുത്തിയത്, അതുകൊണ്ട് നീ ഇത് ചുമക്കുക തന്നെ ചെയ്യണം. ഇനി അത് മാത്രമല്ല, ഇതിനു ശേഷം നിന്നെ ജയിലിൽ അടയ്ക്കുന്നതായിരിക്കും, നിനക്ക് ശിക്ഷ ഞാൻ മേടിച്ചു തരും എന്ന് പോലീസുകാരൻ പറയുകയാണ്. അവർ കോടതി മുറിയിലേക്ക് പ്രവേശിച്ചു. അതിനുശേഷം ഈ ഒരു മൃതദേഹവും കൊണ്ട് വീണ്ടും ജഡ്ജി അവരോട് കഴിഞ്ഞ ദിവസം നടന്ന കാര്യങ്ങളൊക്കെ വീണ്ടും സംഭവങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുകയാണ്. പോലീസുകാരൻ വീണ്ടും ആ പാവപ്പെട്ട മനുഷ്യനാണ് കുറ്റക്കാരൻ എന്ന് പറയാനായിട്ട് ആരംഭിച്ചു. പെട്ടെന്ന് മൃതദേഹം അനങ്ങുന്നു. മൃതദേഹം എഴുന്നേറ്റ് നിന്നുകൊണ്ട് നടന്ന സംഭവങ്ങളെല്ലാം തന്നെ പറഞ്ഞു. അതായത് ആ പോലീസുകാരനും ഈ പാവപ്പെട്ട മനുഷ്യനും തമ്മിലുള്ള സംഭാഷണങ്ങളെല്ലാം തന്നെ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോ ഒരു സാക്ഷിയായി അല്ലെ, ന്യായാധിപൻ ഏർപ്പാടാക്കിയിട്ടുള്ള അവിടുത്തെ ജോലിക്കാരനായിരുന്നു അത്, അല്ലാതെ അതൊരു മൃതദേഹമായിരുന്നില്ല. കാരണം തെളിവ് വളരെ പ്രധാനമായിരുന്നു അല്ലെ, ന്യായം നടപ്പിലാക്കണമെങ്കിൽ തെളിവ് വേണം അല്ലെ. അപ്പോ അത്രയും നീതിബോധത്തോടെ ധാർമ്മികതയും ഉള്ള ഒരു ന്യായാധിപനായിരുന്നു ബങ്കിം ചന്ദ്ര ചാറ്റർജി. അതുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനൊരു വഴി സ്വീകരിച്ചത്. അങ്ങനെ പോലീസുകാരന് 3 വർഷം തടവും ശിക്ഷയും ലഭിക്കുകയാണ്. ഇതാണ് കഥ. ഇത് കൂടാതെ തന്നെ മറ്റൊരു കഥ കൂടി ഈ ചാനലിന്റെ ഒരു പ്ലേലിസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. കഥാകഥനം UP മത്സരം എന്നുള്ള രീതിയിലുള്ളതാണ് അത് സത്യമേവ ജയതേ എന്നുള്ളൊരു കഥയാണ്. ആ കഥ കൂടി നിങ്ങൾക്ക് ഇവിടെ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. സമയപരിമിതി ഉള്ളത് കൊണ്ടാണ് ആ കഥ ഇവിടെ നൽകാത്തത്. പക്ഷേ ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ നിങ്ങൾക്ക് അതിന്റെ ലിങ്ക് നൽകുന്നതായിരിക്കും. ഇനി ആർക്കെങ്കിലും അത് ലഭിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ കമന്റ് ആയിട്ട് ചെയ്യുക, ഞാൻ അതിന് നിങ്ങൾക്ക് പേഴ്സണലായി തന്നെ ലിങ്ക് അയച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് 2 കഥകൾ ലഭിക്കും. ഇതുപോലെ പഞ്ചതന്ത്രത്തിലും ഹിതോപദേശത്തിലും കഥാസരിസാഗരത്തിലും തെന്നാലി രാമന്റെ കഥകളും ബീർബലിന്റെ കഥകളും എല്ലാം ധാർമ്മികതയുമായിട്ട് നീതിബോധവുമായി ബന്ധപ്പെട്ട് ധാരാളം കഥകളുണ്ട്. ഇനി നമുക്ക് അടുത്ത പഠന പ്രവർത്തനത്തിലേക്ക് കടക്കാം. സൂചനാനുസാരം പദച്ഛേദം ലിഖതു. ഈ ഒരു രീതിയാണ് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വരിക. മുനിസ്തത്ര, മുനിഹി അധികം തത്ര. അപ്പൊ ഗ്രാമസ്തത്ര എന്നുള്ളത് എങ്ങനെ പറയാം? ഗ്രാമഃ അധികം തത്ര. ഏകോപി, ഏകഃ അധികം അപി. പുത്രോപി, പുത്രഃ അധികം അപി. ഇനി പദാനി സംയോജ്യ സാർത്ഥകാനി വാക്യാനി രചയതു. അതായത് 3 ബോക്സിൽ കുറച്ച് വേർഡ്സുകൾ തന്നിട്ടുണ്ട് അല്ലെ, അതനുസരിച്ച് വാക്യം ഉണ്ടാക്കാനാണ് പറയുന്നത്. അവിടെ നോക്കൂ, സഹ എന്ന് പറഞ്ഞാൽ അവൻ എന്നാണ്. അപ്പൊ അവിടെ പുല്ലിംഗമാണ്. അപ്പൊ പുല്ലിംഗം വേർഡ്സ് ആയിരിക്കും തൊട്ടപ്പുറത്തുള്ള ബോക്സിൽ നിന്ന് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്. പുല്ലിംഗ ശബ്ദങ്ങൾ എങ്ങനെ തിരിച്ചറിയാം? എളുപ്പമായിട്ട് ഒരു വളരെ എളുപ്പമായിട്ടുള്ള ഒരു രീതി എന്ന് പറയുന്നത് എന്താണ്? വിസർഗ ചിഹ്നം 2 കുത്തുകൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം അതൊരു പുല്ലിംഗ ശബ്ദമാണെന്ന് പെട്ടെന്ന് കണക്കാക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഇനി സാ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അവൾ. തത് എന്ന് പറഞ്ഞാൽ അത് എന്നാണ് അർത്ഥം. അപ്പോ ഒന്ന് പുല്ലിംഗവും സാ എന്ന് പറഞ്ഞാൽ സ്ത്രീലിംഗവും തത് എന്നുള്ളത് നപുംസകലിംഗവുമാണ്. അപ്പൊ അതിനനുസരിച്ചുള്ള പദങ്ങൾ വേണം അടുത്ത ബോക്സിൽ നിന്ന് തിരഞ്ഞെടുക്കാൻ. എന്നിട്ട് അവസാനം ഭവതി എന്ന് പറഞ്ഞാൽ ആകുന്നു. ഒരു സെന്റൻസ് ഉണ്ടാക്കാനായിട്ട് അവസാനം പ്രയോഗിക്കുന്ന ഒരു വെർബാണ് ഇവിടെ ഭവതി എന്നുള്ളത്. അപ്പൊ എങ്ങനെയൊക്കെ നമുക്ക് ഉണ്ടാക്കാം വാചകങ്ങള്? സഹ ഭടഹ ഭവതി, അവൻ ഭടനാണ്. സാ ദിവ്യാ ഭവതി, അവൾ ദിവ്യയാണ്. തത് ധനം ഭവതി, അത് ധനമാണ്. നോക്കൂ, സ്ത്രീലിംഗമാണെങ്കിൽ ആ എന്നോ ഈ എന്നോ അവസാനം വരും. ദിവ്യ, സീത, ലത,
അതേപോലെ തന്നെയാണ് ധരിത്രീ എന്ന് പറയുമ്പോൾ അത് ഈ എന്ന് വന്നത് കൊണ്ട് അത് സ്ത്രീലിംഗമാണ്. അപ്പൊ അങ്ങനെയാണ് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക. ഇവിടെ തത്ത് എന്നുള്ളത് ധനം എന്നുള്ള രീതിയിൽ അനുസ്വാരം വന്നാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ നപുംസകലിംഗമാണെന്ന്. എന്ന് കരുതി എല്ലാ നപുംസകലിംഗ ധനം എന്ന് പറഞ്ഞ പോലെയുള്ള അതിൽ വരുന്ന അനുസ്വാരങ്ങള് എല്ലാ അനുസ്വാരം കണ്ടാലും അത് നപുംസകലിംഗമായിട്ട് തെറ്റിദ്ധരിക്കാൻ പാടില്ല. ദ്വിതീയ വിഭക്തിയിലും എല്ലാം ഇങ്ങനെ എന്നുള്ള പ്രയോഗം നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി ബാക്കിയുള്ള വാക്കുകൾ കൂടി വാചകങ്ങൾ കൂടി നോക്കാം. സഹ ഭടഹ ഭവതി, സ ദിവ്യ ഭവതി, സഹ കൃഷ്ണ ഭവതി, സ അംബാ ഭവതി, സഹ കാകഹ ഭവതി, തത് പുഷ്പം ഭവതി, തത് ധനം ഭവതി. ഇനി അടുത്ത ഒരു പഠന പ്രവർത്തനം നോക്കൂ. വാക്യാനി പരിശീല്യ ത്വാന്ത ല്യബന്ധ തുമനന്താനി അവ്യയാനി നിർദ്ദിഷ്ട സ്ഥാനേ ലിഖതു എന്നാണ് പറയുന്നത്. അതായത് പ്രത്യയങ്ങളാണ് കേട്ടോ. ത്വാന്തം അതായത് വാ എന്നുള്ള ത്വാ എന്ന് അവസാനിക്കും. ല്യബന്ധം പെട്ടെന്ന് മനസ്സിലാക്കാനാണ്. ല്യബന്ധം എന്ന് പറഞ്ഞാൽ യാ എന്നുള്ള ഒരു അവസാനം നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. തുമന്നന്തം എന്ന് പറഞ്ഞാൽ തും എന്ന അവസാനം നമുക്ക് കാണാനായിട്ട് സാധിക്കും. നിങ്ങൾ ഓൾറെഡി ഇതൊക്കെ പഠിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇത്രയും വേഗത്തിൽ ഇത് പറഞ്ഞു പോകുന്നത്. ഇവിടെ നോക്കൂ, ഓരോ വാചകത്തിൽ നിന്നും നിങ്ങൾക്ക് കണ്ടെത്താനാണ് പറയുന്നത്. സത്യം വക്തും ഇച്ഛാമി. വക്തും എന്നുള്ളത് എന്താണ്? തുമനന്തമാണ്. അതേപോലെ പുഷ്പം ഗൃഹീത്വ അഗച്ഛത്. പുഷ്പം എടുത്തിട്ട്, ഗൃഹീത്വ എടുത്തിട്ട്, അപ്പൊ അതെന്താണ്? ത്വാന്തമാണ്. ധനം അപഹൃത്യ ഗച്ഛതി. ധനം അപഹരിച്ചിട്ട് പോകുന്നു. അപ്പൊ അപഹൃത്യ യാ എന്ന് വന്നത് കൊണ്ട് അത് ല്യബന്ധമാണ്. വാർത്താം നിവേദയിതും ആഗച്ഛതി. വാർത്ത നൽകുവാൻ വേണ്ടിയിട്ട് അവിടേക്ക് വന്നു. നിവേദയിതും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുമന്നന്തമാണ്. വക്തും നിവേദയിതും ഇവിടെ രണ്ടാണുള്ളത്. വേഷം പരിത്യജ്യ നമതി. വേഷത്തെ ഉപേക്ഷിച്ചിട്ട് നമിക്കുന്നു. പരിത്യജ്യ അപഹൃത്യ എന്ന് പോലെ തന്നെയാണ്. അപ്പൊ ല്യബന്ധമാണ്. ഭടഹ ഇതി ജ്ഞാത്വ പ്രശംസതി. ഭടനാണ് എന്ന് മനസ്സിലാക്കിയിട്ട് പ്രശംസിക്കുന്നു. അപ്പൊ ജ്ഞാത്വ അത് ത്വാന്തമാണ്. അപ്പൊ ഇത്രയുമാണ് പഠന പ്രവർത്തനങ്ങൾ ഉള്ളത്. അടുത്ത ഭാഗങ്ങൾ എന്ന് പറയുന്ന 2 പേജുകൾ അധിക പഠനം ചെയ്യുന്നതിന് അധിക വായനയ്ക്കുള്ളതാണ്. അതും ഇവിടെ പ്രതിപാദിക്കുന്നില്ല. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. കൂടാതെ തന്നെ നിങ്ങളുടെ സംശയങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ അതിന്റെ നിവാരണം കൂടി ചെയ്തു തരുന്നതായിരിക്കും. നിങ്ങൾ നൽകുന്ന ഈ ഒരു സഹകരണവും സപ്പോർട്ടുമാണ് ഈ ചാനലിന്റെ വിജയം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.